ഇതൊക്കെ അഡ്വക്കേറ്റ് ബലദേവ് കേൾക്കാമോ? അപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ, താങ്കൾക്ക് പറഞ്ഞത് പൂർത്തിയാക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ആ ഇവിടെ പറഞ്ഞു നിർത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രവിഹിതവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളം സാമ്പത്തികമായി വലിയ കടക്കിണിയിലാണ്. ഇവിടെ എന്തായാലും രണ്ട് സാമ്പത്തിക വിദഗ്ധർ ഇരിക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു അനുമാനം. ഒരു സംസ്ഥാനത്തിന്റെ ആയാലും സാമ്പത്തിക കടം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആഭ്യന്തര ഉൽപാദനം. അതിന്റെ ഇത്ര ശതമാനം വരെയാണ് കടമായി കണക്കാക്കുന്നത്. 2020-21 ഇവിടുത്തെ ആഭ്യന്തര ഉൽപാദനം നമ്മുടെ കടവും തമ്മിലുള്ള ബന്ധം 41.35%. ഇത് കൃത്യമായി ഇക്കണോമിക് സർവേ പറയുന്ന കാര്യങ്ങളാണ്. 2024-25 അത് 37.84% കുറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ പോലും ഈ കടമെന്ന് പറയുന്നത് 40% മുകളിലാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക കമ്മിറ്റി പറയുന്നത് 40% താഴെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് 2027 ആകുമ്പോഴത്തേക്ക് 33.8% നമ്മുടെ കടം കുറയുമെന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ കേന്ദ്ര വിഹിതത്തെ കുറിച്ച് പറഞ്ഞു. 0.5% പ്ലാനിംഗ് ഫണ്ടിൽ നമുക്ക് കുറച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതാണ്. 2021-22 കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് 47,837.21 കോടി രൂപയായിരുന്നു. അത് 2023-24 കിട്ടിയത് 37,811.18 കോടി രൂപയാണ്. ഇതിന് കൃത്യമായ ചാർട്ടേഡ് അക്കൗണ്ടിൽ കണക്കുള്ളതാണ്. അപ്പോൾ 3 വർഷം കൊണ്ട് 15,000 കോടി രൂപയാണ് പദ്ധതി വിഹിതത്തിൽ കേന്ദ്ര സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന പദ്ധതി വിഹിതത്തിൽ നമുക്കുണ്ടായ കുറവ്. ഇതുപോലെ മറ്റ് പല മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അത് പുതിയ പ്ലാനിംഗ് ബോർഡിന്റെ രീതിയിലുള്ള ജനസംഖ്യ അനുപാതകം ഉണ്ടായ വർധനവും അതിലുണ്ടാകുന്ന കുറവും ഒക്കെ അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ വീതം കുറയാം. അപ്പോൾ അങ്ങനെ പുതിയ സിസ്റ്റം വന്നപ്പോൾ നമുക്കൊരു 0.5% കുറഞ്ഞു, പിന്നെ ഒരു 0.5% കുറഞ്ഞു. അപ്പോൾ 10-15,000 കോടി രൂപയുടെ വ്യത്യാസം നമുക്കുണ്ടായി. ഇത് പിന്നീട് ഇവിടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തെ കുറിച്ച് പറഞ്ഞു. ശരിയാണ്, രണ്ട് രീതിയിലുള്ള നികുതി വരുമാനമാണ് ഉള്ളത്. ഒന്ന് നികുതി വരുമാനവും മറ്റൊന്ന് നികുതിയേതര വരുമാനം. അതിനകത്ത് വലിയ വർധന ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നികുതി വരുമാനത്തിൽ നമുക്ക് 2021-22 ഉണ്ടായത് 47,837.21 കോടി രൂപയായിരുന്നു. 2023-24 നമുക്ക് അത് കൂടുതൽ വർധന ഉണ്ടായി. അല്ല, 2019 നമുക്കുണ്ടായ 50,328 കോടി രൂപയും 2024 74,329 കോടി രൂപയാണ് നികുതി വരുമാനത്തിൽ നമുക്കുണ്ടായത്. നികുതിയേതര വരുമാനത്തിൽ 2019 12,265.22 കോടിയും 2023-24 16,345.96 കോടി. അത് പ്രധാനമായിട്ട് നേരത്തെ ഇവിടെ പറയും, ശരിയാണ്, ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ അങ്ങനെ ടാക്സ് അല്ലാതെ വരുന്ന വരവുകളുണ്ട്. ആ വരവുകളിൽ നിന്നാണ് നികുതിയേതര വരുമാനം ഉണ്ടാകുന്നത്. അപ്പൊ ഈ രണ്ട് വരുമാനവും നമുക്ക് വർഷങ്ങളായിട്ട് കൂടുകയാണ് ചെയ്തത്. നികുതി വരുമാനത്തിൽ നമുക്ക് ഏകദേശം വളരെ കൂടുതലായിട്ട് 20,000 കോടി രൂപയുടെ വർധന ഉണ്ടായി കഴിഞ്ഞ 3 വർഷമായി. അതിനപ്പുറത്തേക്ക് ഈ ലോട്ടറി മദ്യവും മാറ്റിവെച്ച അതിനപ്പുറത്തേക്ക് എന്ത് വരുമാനമാണ് ഉള്ളത്? ഉണ്ടല്ലോ, എന്റെ ജില്ലയിൽ തന്നെയുള്ള KML എന്ന് പറയുന്ന സാധനം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം 100 ചില്ലുവാനും കേന്ദ്ര ഗവൺമെന്റിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്നതായിരുന്നു. ഇപ്പൊ കൊല്ലം ജില്ലയിലുള്ള പല സ്ഥാപനങ്ങളും കേന്ദ്രത്തിന് ലാഭവിഹിതം കൊടുക്കുന്നു, KML ഉൾപ്പെടെ എത്രയോ സ്ഥാപനങ്ങൾ ഇപ്പോൾ ലാഭത്തിലോടുന്നു. പിന്നെ വർഷങ്ങളായിട്ട് നഷ്ടത്തിലോടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ KSRTC അതിന്റെ ഏകദേശം നഷ്ടവിഹിതം കുറച്ചുകൊണ്ടിരുന്നു. KSEB കണക്കവതരിപ്പിക്കുന്നതിൽ ലാഭത്തിലോടുന്ന സ്ഥാപനമാണ്. പൊതുമേഖലാ സ്ഥാപനം KSEB കഴിഞ്ഞ 2 വർഷമായിട്ട് അത് കണക്കിൽ ലാഭത്തിലാണ് ഓടുന്നത്. പിന്നെ പഴയ കടങ്ങളാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. പഴയ വർഷങ്ങളായിട്ട് അവർക്ക് വളരെ കോടിക്കണക്കിന് കടമുണ്ടായിരുന്നു. ആ കടമാണ് ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. KSEBയുടെ ചരിത്രത്തിൽ നല്ലതാണ്. 2023-24 24-25 KSEB എന്ന് പറയുന്ന സ്ഥാപനം ലാഭത്തിലേക്ക് പോയി. പിന്നെ നമ്മൾ പണം ചെലവാക്കുന്ന കാര്യം പറഞ്ഞു. കിഫ്ബി വഴി എവിടെയാണ് പണം ചെലവാക്കിയത്? നാഷണൽ ഹൈവേക്ക് 6,000 കോടി രൂപ കൊടുത്തു. അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ. നാഷണൽ ഹൈവേ അല്ലെങ്കിൽ പണിയുമായിരുന്നു കേന്ദ്രം. ഇവിടെ 4-1 തുക ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. 6,000-ഓടധികം കോടി രൂപ കൊടുത്തു. താലൂക്ക് ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ 4-5 നിലയുള്ള കെട്ടിടങ്ങൾ പണിഞ്ഞ് കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എവിടുന്നാണ് പണം പോകുന്നത്? കിഫ്ബി വഴിയാണ് പണം പോകുന്നത്. ശരിയാണ്, നേരത്തെ പറഞ്ഞ കിഫ്ബി വഴി എടുക്കുന്ന പണവും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കടമായി കൂട്ടും. അതിപ്പോഴാണ് കേന്ദ്രം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ സംസ്ഥാനത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചു. എന്താ, നമ്മൾ കിഫ്ബി വഴി എത്ര കോടി രൂപ കടമെടുത്തിട്ടുണ്ടോ ആ പൈസയും കൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ആസ്തി ബാധ്യതയിൽ കൂട്ടുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് കടം കൂടുതലാണ്, നമ്മൾ കൂടുതൽ പണം കടമെടുത്തിരിക്കുന്നു, അതുകൊണ്ട് വേറെ പണം തരാൻ പറ്റില്ല. ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു. ആശാവർക്കർമാർക്ക് തുക കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞൊരു കേന്ദ്രമന്ത്രി ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോയിരുന്നല്ലോ. 10 പൈസ കേന്ദ്രം കൂട്ടിക്കൊടുത്തോ? 10 വർഷത്തിൽ 2014 എന്റെ സുഹൃത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന ആ തുക ഇപ്പോഴും കൊടുക്കുന്നുള്ള സുഹൃത്തെ.
ഈ ഗവൺമെന്റ് 10 പൈസ കൂട്ടി കൊടുത്തിട്ടില്ല. അവർക്ക് ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. 10 രൂപ കൂട്ടിക്കൊടുത്തിട്ടില്ല. പിന്നെ അല്ല, 1000 രൂപ കൂട്ടിക്കൊടുക്കുമെന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും അവരെ കഷ്ടപ്പെടുത്തണമായിരുന്നോ? നിങ്ങൾ ഈ പറയുന്നത് അവിടെ എത്ര പേര് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവിടെ 25,000 പേരുള്ള കേരളത്തിലെ 24,000 ചില്ലുവാണ് കേരളത്തിലെ ആശാവർക്കർമാർ. ഈ ആശാവർക്കർമാർ എത്ര പേരാ തിരുവനന്തപുരത്ത് വന്ന്? എന്റെ ഈ ചവറയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ പോലും ഞാൻ അന്വേഷിച്ചു ഇവിടുന്ന് ഒരു ആശാവർക്കർ അവിടെ നിന്ന് സമരത്തിന് പോയില്ല. വളരെ തുച്ഛമായ 1% പോലും അവിടെ സമരത്തിന് വന്നിട്ടില്ല. 24,000 പേരാണ് ഇവിടെ കേരളത്തിൽ ആശാവർക്കർമാർ. എത്ര പേര് അവിടെ വന്നു? അല്ല, അത് കുറെ പേര് മാത്രം വിരട്ടി പിന്തിരിപ്പിച്ചതല്ലേ. എന്തോ ആയിക്കോട്ടെ, സമരത്തിനകത്തല്ല ആരാ പറ്റില്ലാത്തത്. ഇവിടെ ED ഉപയോഗിച്ച് നിങ്ങൾ നാട് മൊത്തം പരട്ടുന്നില്ലേ? അപ്പൊ അതിപ്പോ നമ്മൾ അദ്ദേഹം അകാലത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിലേക്ക് അജിത് പവാർ അദ്ദേഹത്തിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ നമുക്കറിയാം. വിദർഭ കുംഭകോണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ അത് പോകട്ടെ. അപ്പൊ ഇത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ബജറ്റിനകത്ത് ഇന്ന് നേരത്തെ ഒരു ചർച്ചയിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ ഉണ്ടായിരുന്നു, കേരളത്തിന് ധനകാര്യ കമ്മീഷൻ അംഗമായിട്ട്. അദ്ദേഹം പോലും ഒരു കാര്യം പറഞ്ഞു, ഇതൊരു സ്വപ്ന ബജറ്റ് അല്ല, ഇതിനകത്ത് വാരിക്കോരി പ്രളയങ്ങളൊന്നുമില്ല. അതാണ് ഈ ബജറ്റിന്റെ പ്രത്യേകത. സാധാരണ ബജറ്റിൽ വാരിക്കോരി ഒത്തിരി ആശ്വാസങ്ങൾ വരും. ഇവിടെ എന്താണ് ആശ്വാസം? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ശരി, ആശാവർക്കർക്ക് വരും 1000 രൂപയാണ് വർദ്ധിപ്പിച്ചത്, അത് കുറവാണെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു, അത് കുറവാണെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പിന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല, 2000 രൂപ തന്നെ നിൽക്കുന്നു. ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യം അതായിരുന്നില്ല. 62 ലക്ഷം പേരാണ്. ആ 62 ലക്ഷം പേർക്ക് ഒരു 500 വെച്ച് കൂട്ടി കൊടുത്താൽ ഒരുപക്ഷെ അതിനകത്ത് പകുതി വോട്ടെങ്കിലും വരും. വോട്ടിന്റെ ലക്ഷ്യമാക്കി മൊത്തം കയ്യിലെടുക്കുകയല്ലേ അവരുടെ സർക്കാർ ജീവനക്കാര്. അതായത് കുടിശ്ശിക അതെല്ലാം കുടിശ്ശിക ഇതെല്ലാം കൊടുത്തു തീർക്കുമെന്ന് പറയുന്നു. മാത്രമല്ല ശമ്പള പരിഷ്കരണ കമ്മീഷൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 DA കുടിശ്ശിക ഉള്ളതിൽ വ്യക്തമായി ഇവിടെ ഒരു ചർച്ച വന്നുകൊണ്ട് ഞാൻ പറയാം. ഒരു കുടിശ്ശിക DA അടുത്ത മാസം കൊടുക്കും, അല്ല അടുത്ത ബാക്കിയുള്ള DA കൊടുക്കുമെന്നല്ല പറഞ്ഞത്. കുടിശ്ശിക DAയിൽ ഒരു DA അടുത്ത ഫെബ്രുവരി മാസം മുതൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ല 6 DA കൂടെ ഒരുമിച്ച് കൊടുക്കുമെന്നും മുൻകാല പ്രയത്നം നടപ്പിലാക്കുമെന്നും പറഞ്ഞിട്ടില്ല. അത് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടതിന്റെ കുറ്റമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സംസ്ഥാന ജീവനക്കാർക്കുള്ള കുടിശ്ശികളിൽ എണ്ണം പറഞ്ഞില്ല. ഒരു DA 6 DA ആണ് കുടിശ്ശിക ഉള്ളത്. ഒരു DA അടുത്ത മാസം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ അംഗൻവാടി ജീവനക്കാർ ഒരു മിനിറ്റ്